ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ തെറിയിലെ വിജയുടെ മലയാളം ചെയ്തത്. ഓക്കെ. അയ്യോ സാറേ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. എൻ്റെ പേര് ജോസഫ് കുരുവിള. എൻ്റെ നാട് ഫാമിലി ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വല്യപ്പച്ചൻ നിക്കോളാസ് കുരുവിള. ഇപ്പോഴത് കഴിഞ്ഞ് ഞാൻ അറിയാതെ ചേട്ടൻ്റെ പേരിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി അതിൻ്റെ മേലെ യാതൊരു പ്രശ്നം വേണ്ടാണ്ട് சொல்லிட்டு കേസ് വിഡ്രോ பண்ணுறேன். ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിൽക്കണം? ഗുഡ് വൺ. യെസ്. ഇനി അടുത്തത് സൂര്യസാണ്. അടുത്തത് സൂര്യയുടെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. സൂര്യസാറിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ലൈവ് പെർഫോമൻസ് അതാണ്. வணக்கம், சூர்யா பேசுறேன். அதான் தானா சேர்ந்த கூட்டத்தோட ரிலீஸோட நான் உங்களை பார்க்க பார்த்துருக்கு. என்ன சடக்கு மேல் சோங்க எப்படி இருக்கு? சும்மா கெத்தா இருக்கு. என்ஜாய் பண்ணலாமா? അടുത്തായിട്ട് വെള്ളാപ്പള്ളി നടേശ സാറ് ബാഹുബലിയിലെ കാലകേൻ്റെ ഡയലോഗ് പറഞ്ഞ എൻ്റെ അമ്മേ. അത് നിന്ദ ജ്യൂസ് ഇത് ഏത് ഭാഷ അല്ലെങ്കിൽ തന്നെ പുള്ളി പറയണ മനസ്സിലാവണല്ല. കാലകയും പുള്ളി പറയുന്നത് കറക്റ്റ് ആവാറില്ല. അതാണ് എനിക്ക് അതെങ്കിലും പറയാം. അതാ പറഞ്ഞത്, പുള്ളി പറയണ മനസ്സിലാവാറില്ല, ഈ കാലകയും പറയണ മനസ്സിലാവില്ല. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ടുണ്ടായിരുന്നു. പറയൂ. അടുത്ത കൊച്ചു പ്രേമൻ ചേട്ടൻ. പക്ഷെ പട്ടി വീട്ടുള്ള ഏർപ്പാട് അതത്ര നല്ലതല്ല കേട്ടോ. പട്ടി വിട്ട് എന്നൊരു ബോർഡ് വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ ഒരു കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് വെച്ചാൽ വളരെ നന്നായിരിക്കും. ഇതൊന്നും ചാനലിലൊന്നും വരുന്നില്ലല്ലേ? അടുത്തായിട്ട് ഞാൻ ശിവകാർത്തിൻ്റെ വോയിസാണ് ചെയ്യുന്നത്. ശിവകാർത്തിൻ്റെ വോയിസ് ഇവിടെ ഇരിക്കുന്ന പലർക്കും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ ഞാൻ ട്രൈ ചെയ്യണം. ശിവകാർത്തികേയന്റെ വോയിസ് ആണ്. യെസ്. ഓയ് സെൽഫി. ஓய் ஃபர்ஸ்ட் எந்த ஒரு பொண்ணு முன்னாடி நிற்கிற இப்படி உன்னை கண்டுபிடிக்கிறது 26 வருஷம் ஆச்சு. அதுக்கு மேலே நான் பதில் சொல்ல முடியாது. ஸோ நான் டக்குன்னு சொல்லிடுறேன், நான் உன்னை லவ் பண்ணுறேன். நீ டக்குன்னு சொல்லிடாதே, கொஞ்சம் டைம் எடுத்துக்கோ. வெயிட் பண்ணுறேன், வரேன். ഓക്കെ, ഗുഡ് ജോബ്. സ്പോട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് തെറി എന്ന സിനിമയിലെ വിജയുടെ ഒരു തെറി വിട്ടിട്ട് ഒരു പരിപാടിയില്ലല്ലേ? അതാണ് എൻ്റെ കഞ്ഞികുടി. ഓക്കെ, തെറി എന്നുള്ള മൂവിയിലെ വിജയുടെ ക്യാരക്ടറിന്റെ ഒരു സ്പോട്ട് ഡബിംഗ് ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അല്ലേ? ശരി, കണ്ടു നോക്കാം. தெரியல சார். அவன் யாரா இருந்தா சரி, அவனுக்கு சாவுக்கு மேல பெருசா நான் ஒரு தண்டனை கொடுத்தான். சார் உங்க புள்ள உத்தமனா? யூர் அக்யூஸ்ட், ரேபிஸ்ட், கிரிமினல். சாபம் சார், யாரு விட்டுச்சு? அதான் ஒரு பொண்ணோட கேஸ் 10 மணி நேரத்துல அவ யாரு யார் அவளை ரேப் பண்ணாங்கிறத கண்டுபிடிச்ச நீ அடுத்த 10 மணி நேரம் நான் உனக்கு டைம் தான். என் மகனை கூட யாருன்னு தெரிஞ்சாகணும். அவனுக்கு சாவுக்கு மேல பெரிய தண்டனை நான் கொடுத்து ஆகணும். யார் இருக்கலாம் சார், பப்ளிக்காக இருக்கலாம், அந்த ப்ரெஸ் பீப்புளாக இருக்கலாம், அந்த பொண்ணோட அம்மாவாக இருக்கலாம், அப்பாவாக இருக்கலாம், அண்ணா இருக்கலாம். அந்த அண்ணன் ஒரு போலீஸ் வரக்கூடாதா? அவர் பேர் IPS விஜய் குமாராக இருக்கக்கூடாதா? குட் ஜாப், குட் ஜாப்.